വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദി എന്ന ഭാഷ എല്ലാ കുട്ടികളും നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നൊരു ഭാഷാ പദ്ധതിയാണ് നമ്മുടെ സർക്കാർ ഇന്ന് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ന്യൂസ് ഒന്ന് നോക്കാം. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകി സംസ്ഥാന സർക്കാർ. മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിയിലും വിദ്യാർത്ഥികൾ ഉയർന്ന നൈപുണി നേടാൻ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനുള്ള മാർഗരേഖ ലക്ഷ്യമിടുന്നു. ഹിന്ദി കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള അക്കാദമിക് മാസ്റ്റർ പ്ലാൻ സ്കൂളുകളിൽ ആസൂത്രണം ചെയ്യണം. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് 5ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് 1ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു ആലോചന. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക? ഹിന്ദി വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാക്കാനുള്ള പഠന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഏറ്റെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഹിന്ദി ക്ലബ്ബ്, അപ്പോൾ നമ്മുടെ സ്കൂളിൽ കുറേ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലെ ഹിന്ദി ക്ലബ്ബ് ഒന്നുകൂടി ഒന്ന് ഊർജിതമാക്കാനും അതുമാത്രമല്ല ഹിന്ദി സിനിമകൾ കാണാനും കുട്ടികൾക്ക് അവസരമൊരുക്കും. അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായും ഹിന്ദി പഠിക്കുന്ന തരത്തിലായിരിക്കും ഈ പുതിയ ഭാഷാ പദ്ധതി. അപ്പോൾ നമ്മൾ അതേപോലെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹിന്ദി സംസാരിക്കാൻ അവസരമൊരുക്കി ദൈനംദിന ക്ലാസ് റൂം സംഭാഷണം, ചർച്ച, അതേപോലെ ഹിന്ദി സിനിമകളുടെ പ്രദർശനം, അതേപോലെ സ്കിറ്റ്, തിയേറ്റർ, അതുമാത്രമല്ല ഹിന്ദി പുസ്തക വായന പ്രോത്സാഹിപ്പിക്കൽ, ഹിന്ദി പത്രം തയ്യാറാക്കൽ, ഹിന്ദിയിൽ കുട്ടികളുടെ സർഗരചന, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഹിന്ദിയിൽ ആ ഒരു ഭാഷ ഒന്നുകൂടി ഒന്ന് മികച്ചതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ കൊല്ലം 8ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിലായിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ മാതൃഭാഷ മലയാളത്തിനും ഇംഗ്ലീഷിനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിന്ദി. അപ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഹിന്ദി. അപ്പോൾ നിങ്ങൾ ആ ചെറിയ ക്ലാസ് തൊട്ടേ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഭാഷ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് സ്കൂളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ക്ലബ്ബും അതേപോലെ ഹിന്ദി ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുതിയ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഇനി മുതൽ സ്കൂളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മലയാള ഭാഷയും ഇംഗ്ലീഷൊക്കെ നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഹിന്ദിയും പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.